الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു തആലയുടെ ഒരു വലിയ അനുഗ്രഹം അഹമ്മദിയ ജമാഅത്തിലുള്ളവരെ ഒരു ചരടിൽ കോർത്തിരിക്കുകയാണ്. അത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം തുടർന്നു വന്നിട്ടുള്ള ഖിലാഫത്ത് സംവിധാനമാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ കഴിഞ്ഞ 106 വർഷത്തെ ചരിത്രം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം അൽ വസിയത്തിൽ പറഞ്ഞതുപോലെ ജമാഅത്ത് അംഗങ്ങൾ പൂർണ്ണ അനുസരണത്തോടുകൂടി ഖിലാഫത്ത് സംവിധാനത്തെ അനുസരിച്ചതിന് സാക്ഷി പറയുന്നു. ലോകത്തുള്ള ഓരോ അഹമ്മദിയും ഏത് സമുദായമായാലും നാടുമായും ബന്ധപ്പെട്ടവരാണെങ്കിലും അവർക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന് ശേഷം നുബുവ്വത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിന്റെ സംവിധാനം തുടരേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് തങ്ങളുടെ കടമയായി മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ ഖിലാഫത്തിൽ നിന്നും വേർപെട്ടു പോയവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർക്കിപ്പോൾ ഒരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് അറിയുന്ന ജമാഅത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവർ മനസ്സിലാക്കുന്നത് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്നതാണ് സുപ്രധാന കാര്യം. ജമാഅത്തിന്റെ ഐക്യം ഇതിലാണ് നിലനിൽക്കുന്നത്. ജമാഅത്തിന്റെ പുരോഗതി ഇതിലാണുള്ളത്. അഹമ്മദിയത്തിന്റെ ശത്രുക്കളും ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും അക്രമത്തിന് മറുപടി നൽകാനുള്ള ശക്തി നമ്മളിൽ ഉണ്ടായിത്തീരുന്നതും ഇത് മുഖേനയാണ്. കാരണം അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും അള്ളാഹുവിന്റെ വാഗ്ദാനപ്രകാരം ഇപ്പോൾ ഇസ്ലാമിന്റെ പുനർജനന കാലത്ത് ഖിലാഫത്തിന്റെ നിസാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ ഓർക്കേണ്ട കാര്യം, നാവുകൊണ്ടുള്ള വിശ്വാസ പ്രഖ്യാപനം അള്ളാഹുവിന്റെ ഫളിൽ കരസ്ഥമാക്കുന്നതാക്കി മാറ്റില്ല. ഇസ്തിഖ്ലാഫിന്റെ ആയത്തിൽ അള്ളാഹു വിശ്വാസികളോട് ഖിലാഫത്തിന്റെ വാഗ്ദാനം ചെയ്തപ്പോൾ അവരുടെ ഭയത്തെ സമാധാനത്തിൽ പരിവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ദൃഢത കൈവരുമെന്ന് പറഞ്ഞപ്പോൾ ഈ അനുഗ്രഹം ലഭിക്കുന്നത് ഇബാദത്തുകളിലും ദുആയിലും ശ്രദ്ധിക്കുന്നവർക്കായിരിക്കുമെന്ന് പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ തൗഹീദ് ലോകത്ത് സ്ഥാപിക്കുന്നതിനായി ത്യാഗങ്ങൾ സമർപ്പിക്കുന്നവരായിരിക്കും അവർ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവർ കുറേയുണ്ടാകും. പല പ്രാവശ്യവും ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവർ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവരാണ്. ദൈവേതരങ്ങളിലേക്ക് അവർ പ്രതീക്ഷ വയ്ക്കില്ല. അതിനാൽ ഓരോ ഖിലാഫത്ത് ദിനവും നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദുആയിലും ഇബാദത്തിലും തൗഹീദിലും നിലനിൽക്കാനും തൗഹീദിനെ പ്രചരിപ്പിക്കുന്നതിന്റെ നിലവാരത്തെ അളക്കുന്നതിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നതായിരിക്കണം. ഇതില്ലെങ്കിൽ നമ്മുടെ സ്ഥാനം
അള്ളാഹുമായുള്ള ബന്ധത്തിൽ മുമ്പത്തേക്കാൾ ഉയരുന്നില്ലെങ്കിൽ ജൽസകളും പ്രസംഗങ്ങളും വൈജ്ഞാനിക കാര്യങ്ങളും സന്തോഷം പങ്കിടലും ഒരു മഹത്വവും കൽപ്പിക്കുകയില്ല. ഈ ഒരു പൊരുളാണ് നാം മനസ്സിലാക്കേണ്ടത്. ദുആയിലേക്ക് നാം ശ്രദ്ധിച്ചാൽ, തൗഹീദിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിലേക്ക് നാം ശ്രദ്ധിച്ചാൽ, നമ്മിൽ ഓരോരുത്തരും തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു വാഗ്ദാനം ചെയ്ത അനുഗ്രഹത്തിന്റെ അവകാശികളായി മാറുന്നതാണ്. കഴിഞ്ഞ ഖുത്ബയിലും ഞാൻ പറഞ്ഞിരുന്നു, ഓരോ പ്രയാസവും ഓരോ ബുദ്ധിമുട്ടും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ്. ഭൗതികമായ പ്രതിഷേധ പ്രകടനങ്ങൾ നമുക്ക് നേട്ടമുണ്ടാക്കില്ല. ഖിലാഫത്തുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഫളിനെ ആകർഷിക്കുക, പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭ്യമാകുന്നതിനും സമാധാനം കരസ്ഥമാക്കുന്നതിനും ആയി അള്ളാഹു ദുആയിലേക്കും ഇബാദത്തിലേക്കും നമ്മൾ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശരിയായ ആയുധം. ഇതിൽ സമ്പൂർണമായും സുസ്ഥിരമായി നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. ദുആയാകുന്ന ആയുധത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ചെറുതും നിസ്സാരവുമായ ആയുധങ്ങൾ നാം സ്വീകരിക്കുകയാണെങ്കിൽ വിജയം ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. ചെറിയ ആയുധങ്ങൾ കൊണ്ട് ഒരിക്കലും വിജയം ലഭിച്ചിട്ടുമില്ല, ലഭിക്കുകയുമില്ല. പ്രവാചക ചരിത്രത്തിൽ അവർക്ക് ലഭിച്ച വിജയം ദുആ മുഖേന ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിക ചരിത്രം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫായ റാഷിദയുടെയും കാലം നോക്കുമ്പോൾ അവർക്ക് ഭൗതിക ശക്തി കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഫളില് കൊണ്ടാണ് വിജയങ്ങൾ ലഭിച്ചത് എന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ വാഗ്ദാനപ്രകാരം വിജയങ്ങൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ ഓർക്കേണ്ട കാര്യം, എല്ലാ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുകൂടി ഈ വിജയങ്ങൾ കരസ്ഥമാക്കാനായി ജീവൻ ത്യജിക്കേണ്ടതായി വന്നു, ഇബാദത്തിന്റെ നിലവാരം ഉയർത്തേണ്ടതായി വന്നു. ഇവിടെ അനുബന്ധമായി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ ഒരു അഹമ്മദിയുടെ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ഷിഹാ സുഹൃത്തിനെ പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രതികരിക്കാത്തതാണ് കുഴപ്പങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ അഹമ്മദി സുഹൃത്തിന്റെയും കാഴ്ചപ്പാട് ഇതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് കൂടുതലും ഭൗതിക സഹായങ്ങളിലേക്ക് ശ്രദ്ധിക്കണം എന്ന കാഴ്ചപ്പാടായിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹം എനിക്ക് കത്തെഴുതി, പേരൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് കാര്യം എന്തായാലും മനസ്സിലായി. പറയുന്നു, എന്റെ ഷിയാ സുഹൃത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും എന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഏതായിരുന്നാലും എനിക്ക് പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഇതിൽ നിന്നും ഇങ്ങനെയുള്ള ചിന്താഗതികൾ ചിലരിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദുആ മുഖേനയാണ് ലഭിക്കുക. അള്ളാഹു ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക, അവന് വേണ്ടി ത്യാഗങ്ങൾ സമർപ്പിക്കുക. ഈ ഇബാദത്തുകളും ത്യാഗങ്ങളും അള്ളാഹുവിന്റെ ഫളിന്റെ അവകാശികളാക്കി മാറ്റും. മനുഷ്യപ്രകൃതത്തിൽ ദീർഘകാലത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും മനുഷ്യനെ അസ്വസ്ഥരാക്കും എന്നത് ശരി തന്നെയാണ്. മനുഷ്യനെ ഇങ്ങനെയുള്ള ദീർഘകാലം അസ്വസ്ഥനാക്കുന്നതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള അവസ്ഥയിൽ റസൂലും വിശ്വാസികളും മത നസ്റുള്ള, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് വരിക എന്ന ശബ്ദം ഉയർത്തുന്നതാണ്.
അസ്വസ്ഥരായി ഈ ശബ്ദം അവരുടെ ഹൃദയങ്ങളിൽ നിന്നും പൊങ്ങിവരും. फिर उनके दिल से ये आवाज നിരാശ കാരണത്താലല്ല, മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി, അവന്റെ ഫളില കരസ്ഥമാക്കുന്നതിനായി തങ്ങളെ പൂർണ്ണമായും അള്ളാഹുവിന്റെ മടിത്തട്ടിൽ ഇട്ടുകൊണ്ട് खुदा ताला की ദുആകളെ करते हुए അതിന്റെ പരമസീമ വരെ എത്തിച്ചുകൊണ്ട് को अपनी ത്യാഗത്തിന്റെ നിലവാരത്തെ സ്ഥാപിച്ചുകൊണ്ട് कुर्बानियों के ഈ ശബ്ദം അവർ ഉയർത്തുന്നു. അപ്പോൾ അള്ളാഹുവിൽ നിന്നും ഈ മറുപടി വരുന്നു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. कि अल्लाह അറിയുക, अल्लाह करीम അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്താണ്. सुनो यकीन ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അള്ളാഹു ഇത് തന്നെയാണ് പറഞ്ഞത്. इस्लाम से വിവിധ സന്ദർഭങ്ങളിൽ यही फरमाया है അള്ളാഹുവിന്റെ സഹായം मुख्तलिफ औकात में അടുത്തു വരുന്ന കാഴ്ച ताला की കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തോടും ഇൽഹാമിൽ ഇതാണ് പറഞ്ഞത്. ഇത് കാണുകയും ചെയ്തു. അദ്ദേഹം കാണുകയുണ്ടായി. देखा भी നാമും വിവിധ സന്ദർഭങ്ങളിൽ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഭാവിയിലും കാണുന്നതാണ്. देखते रहते हैं ഭാവിയിലും നമ്മൾ ഇത് കാണുന്നതാണ്. और इंशाअल्लाह ताला ഓരോന്നിനും അതിന്റേതായ വൃത്തമുണ്ട്. അപ്പോൾ അള്ളാഹു തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നതാണ്. अल्लाह ताला की मदद अपने नजारे दिखाते ഇൻഷാ അല്ലാഹു തആല और फिर അള്ളാഹു തആലയുടെ സഹായം अल्लाह ताला വിജയത്തിന്റെ രൂപത്തിൽ അവസാന അടയാളമായി നാം കാണുന്നതാണ്. में आखिरी अजीमुशान नजारा भी इंशाअल्लाह हम देखेंगे. ശത്രുക്കളുടെ പദ്ധതി വളരെ അപകടകരമാണ്. दुश्मन के ഭൗതിക കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ ബാഹ്യമായി दुनियावी नजर ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. से खौफनाक सूरत हाल नजर आती है. പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിലും പാകിസ്ഥാനിലും. मुसलमान ममालिक और पाकिस्तान में എന്നാൽ അള്ളാഹു खासी तौर पे എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണ്. जो सब അവൻ ഖൈറുൽ മാക്കിരീൻ ആണ്. ശത്രുക്കളുടെ माकरीन എല്ലാ പദ്ധതികളെയും തകർത്ത് കളയാനുള്ള ശക്തി അവനുണ്ട്. मंसूबों को खाक में मिलाने की ताकत रखता है. ഇൻഷാ അല്ലാഹ് തആല അവരുടെ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ തിരിച്ചയക്കുന്നതാണ്. फिर उन पर എന്നാൽ നമുക്ക് ദുആയിലും ഇസ്തിഗ്ഫാറിലേക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണുള്ളത്. की तरफ നമ്മുടെ പ്രയാസങ്ങളെ അകറ്റുന്നതിനായും अपनी परेशानियों അള്ളാഹുവിൽ നിന്നും വരുന്ന വിജയങ്ങളെ സംരക്ഷിക്കുന്നതിനായും की तरफ से आने वाली फतूहात നമുക്ക് ദുആയുടെ ആവശ്യമാണുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. फसब्बिह बिहम्दि रब्बिका वस्तഗ്ഫിർ. നീ നിന്റെ റബ്ബിന്റെ സ്തുതിയോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അവനോട് മഗ്ഫിറത്ത് ചോദിക്കുകയും ചെയ്യുക. और उससे मग़फ़िरत मांग. അതിനാൽ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ട ആവശ്യമാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. मज़मून को समझने की തങ്ങളുടെ ദുആകളെ अपनी അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുക. മുമ്പും ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു. मैंने पहले भी ത്യാഗത്തിന്റെ വിഷയത്തെ നാം കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ദുആയുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഇനിയും കുറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ത്യാഗങ്ങളുടെ ഫലം വേഗത്തിൽ കരസ്ഥമാക്കണമെങ്കിൽ के फल जल्द से ദുആയുടെ നിലവാരത്തെ ഉയർത്തേണ്ട ആവശ്യമാണുള്ളത്. के मयारों को बुलंद करने की बहुत അള്ളാഹു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന अपने अंदर ആ അവസ്ഥ നാം കരസ്ഥമാക്കണം. जो खुदा ताला അള്ളാഹു പറയുന്നു, अल्लाह ताला അമ്മൻ യുജീബുൽ മുളത്തറ ഇസാ ദഅഉ युजीबुल വയക്ഷിഫു സൂഅ इज़ा दा വയജ്അലുകും व यक्शिफु सू ഖുലഫാഅൽ അർള് അഇലാഹു മഅല്ലാഹി खुलफा अल ഖലീലം മാ തസക്കറൂൻ. लाहुम मा अल्लाह कलीलुम मा तज़क्करून. പറയുക, ഗതിമുട്ടിയവൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുകയും तो कौन किसी बेकस की दुआ से ക്ലേശം ദൂരീകരിക്കുകയും
നിങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കുകയും ചെയ്യുന്നതാരാണ്? वो तुम ദുആ ചെയ്യുന്നവരെ ഭൂമിയുടെ അവകാശികളാക്കി ഒരു കാലം മാറ്റുന്നതാണ്. वारिस बनाते അള്ളാഹുവിനോടൊപ്പം മറ്റു വല്ല ദൈവവുമുണ്ടോ? कादर मुतलिक നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉപദേശം സ്വീകരിക്കുന്നുള്ളൂ. तुम बिल्कुल नसीहत हासिल नहीं करते. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, ഓർക്കുക, അള്ളാഹു പൂർണ്ണനായ സ്വയാശ്രയനാണ്. കൂടുതലായും അതേപോലെ തുടർച്ചയായും അസ്വസ്ഥതയോടെ ദുആ ചെയ്യുന്നില്ലെങ്കിൽ അവൻ പരിഗണിക്കുന്നതല്ല. നോക്കൂ, वो परवाह नहीं ആരുടെയെങ്കിലും ഭാര്യയോ കുട്ടിയോ രോഗിയായാൽ, ആർക്കെങ്കിലും വലിയ എന്തോ കേസ് പിടിപ്പെട്ടാൽ, ആ സമയത്ത് അവന്റെ മാനസിക സ്ഥിതി എന്തായിരിക്കും? അതിനാൽ ദുആയിലും യഥാർത്ഥ ഉള്ളുരുക്കവും ആത്മാർത്ഥതയും അസ്വസ്ഥതയും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നിഷ്ഫലമായിരിക്കും. സ്വീകാര്യതക്കായി ഉള്ളുരുക്കം അനിവാര്യമാണ്. പറയുന്നു, അമ്മൻ യുജീബുൽ മുളത്തറ ഇദാ ദഅഉ വയക്ഷിഫു സൂഅ. അതിനാൽ നമുക്ക് നമ്മുടെ ഇബാദത്തുകളിലും ദുആയിലും മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടിയിരിക്കുന്നു, ഉള്ളുരുക്കം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഉത്തേജിപ്പിക്കേണ്ടിയിരിക്കുന്നു. अल्लाह ताला के रहम को ഇപ്പോൾ ചില ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. इस वक्त में അത് മുമ്പും ജമാഅത്ത് അഹമ്മദിയുടെ ജൂബിലി വേളയിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞിരുന്നു. അതിനുശേഷം ഖിലാഫത്ത് ജൂബിലിയിൽ ഞാനും പറഞ്ഞിരുന്നു, ഇതിനെ മറക്കരുത്, കുറക്കരുത്, ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കി ഇതിനെ മാറ്റുക. നമസ്കാരത്തെയും ഇബാദത്തിനെയും ഭംഗിയായി അനുഷ്ഠിക്കാൻ നോക്കുക, അതിന്റെ കടമ നിറവേറ്റുന്ന രീതിയിൽ അനുഷ്ഠിക്കുക. അപ്പോഴാണ് ദുആയുടെ കടമ നിറവേറ്റുന്നവരായി നാം മാറുകയുള്ളൂ. तभी हम दुआओं को भी MTA-യിൽ ഈ ദുആകൾ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഓർമ്മിപ്പിക്കാനായി ഞാൻ പറയുകയാണ്, ആദ്യത്തെ സൂറ ഫാത്തിഹയാണ്. ഇതിനെ കൂടുതലായി ചൊല്ലുക. രണ്ടാമത്തെ സ്വലാത്ത്, നമസ്കാരത്തിന് നമ്മൾ ചൊല്ലുന്നത്, അതും കൂടുതലായി നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. इसको बहुत ज्यादा विरत करें. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി ഇൽഹാമി ദുആ, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അളീം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. अजीम अल्लाहुम्मा सल्ली अला ഇതിനെ കൂടുതലായി ചൊല്ലുക. आले मोहम्मद. ഒരു ഹദീസിൽ വരുന്നു, ज्यादा पढ़े. ഹസ്രത്ത് അബൂ ഹുറൈറ एक हदीस റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, रज़ी अल्लाह अन्हा റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, രണ്ട് വചനങ്ങൾ അത് ഉച്ചരിക്കുന്നതിൽ വളരെ എളുപ്പമുള്ളതും തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തുലാസിൽ നല്ല ഭാരമുള്ളതും റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമാണ്. അത് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നതാണ്. सुभानअल्लाह व बिहम्दिही പറഞ്ഞു, റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതിനാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ വലിച്ചടിപ്പിക്കുന്നതിനായി ഈ ദുആ വളരെ അത്യാവശ്യമാണ്. करने के लिए ये दुआ भी बहुत जरूरी है. മറ്റൊരു ദുആ ഇതാണ്, അത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. लना मिन लदुनका रहमतन ഞങ്ങളുടെ നാഥ, का अंतर ഞങ്ങളുടെ ഹൃദയത്തെ നീ ഹിദായത്ത് നൽകിയതിനു ശേഷം വക്രമാക്കി കളയരുതേ. होने न देना. നിന്റെ പക്കൽ നിന്ന് നീ കാരുണ്യം ഓശാരമായി ഞങ്ങൾക്ക് നൽകണമേ. നീ തന്നെയാണ് കൂടുതൽ നൽകുന്നവൻ. लेकिन तू ही है बहुत अता करने वाला. ഹസ്രത്ത് നവാ മുബാറക്ക ബീഗം സാഹിബ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഒരു സ്വപ്നം കാണുകയുണ്ടായി. ഈ ദുആ കൂടുതലായി ചെല്ലാൻ വേണ്ടി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം താക്കീത് ചെയ്യുകയുണ്ടായി. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ എന്നുള്ള ദുആ. ഹസ്രത്ത് ഖലീഫ അവലിനോട് ഈ സ്വപ്നം കേൾപ്പിച്ചപ്പോൾ ഖലീഫ അവൽ പറയുകയുണ്ടായി, ഞാൻ ഇത് ചൊല്ലുന്നത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, വളരെ കൂടുതൽ ചെല്ലുന്നതാണ്. പറഞ്ഞു, नहीं छोड़ूंगा. വിശ്വാസ ദൃഢീകരണത്തിനായി അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതോടൊപ്പം ഈ ദുആ ഖിലാഫത്തിന്റെ നിസാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിലേക്കുമുള്ള ദുആയാണ്. खिलाफत से മറ്റൊരു ദുആ, बहुत बड़ी दुआ है. फिर एक दुआ അതിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബനാ അഫ്രി അലൈനാ സ്വബറൻ तवज्जो देने की जरूरत है. रब्बना വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. व सब्बित ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നീ ക്ഷമ പ്രദാനം ചെയ്യണമേ,
ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണമേ. കാഫിർ സമൂഹത്തിനെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ. മറ്റൊരു ദുആ, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഒരു റിവായത്തിൽ വരുന്നു, ഏതെങ്കിലും സമൂഹത്തിൽ നിന്നും വല്ല അപകട സൂചനയും വന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, അവരെ ഞങ്ങൾ നിന്റെ നെഞ്ചിൽ ഇടുന്നു, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് അഭയം തേടുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം എന്നതിന്റെ തർജുമ, അല്ലാഹുവേ, അവരെ നിന്റെ നെഞ്ചകത്തിൽ ഇടുന്നു എന്നത് പൂർണ്ണമായും വ്യക്തമാക്കുന്നില്ല. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. അതിന്റെ നെഹർ എന്നുള്ള ഇതിന്റെ ഭാഷാർത്ഥം മനസ്സിലാക്കിയത് ഈ കാര്യം മനസ്സിലാക്കുന്നതാണ്. നെഹർ എന്നതിന് നെഞ്ചിന്റെ മുകളിലുള്ള ഭാഗത്തിലാണ് പറയുക. നെഞ്ചിന്റെയും കഴുത്തിന്റെയും യോജിക്കുന്ന ഭാഗം, തൊണ്ടക്കുഴി, അതിനാണ് പറയുക. അതായത് അതിന്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും, അല്ലാഹുവേ, നീ തന്നെ അവരുടെ ജീവിത ശൃംഖല തന്നെ പൂർണ്ണമായും അറ്റുപോകുന്ന രീതിയിൽ അവരെ നീ നശിപ്പിക്കണമേ. അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷ പ്രാപിക്കുകയും ചെയ്യണമേ. നീ തന്നെയാണ് ഈ ഉപദ്രവകാരികളെയും ഫസാദ് ഉണ്ടാക്കുന്നവരുടെയും അക്രമം പ്രവർത്തിക്കുന്നവരുടെയും ശക്തിയെ തകർക്കുന്നവൻ. ഇവരെ ഇല്ലാതാക്കണമേ. ഞങ്ങളെ ഇവരുടെ ശർറിൽ നിന്നും നിന്റെ സംരക്ഷണത്തിൽ വെക്കുകയും ചെയ്യണമേ. ഇതിനുശേഷം ഇസ്തിഗ്ഫാറിനെ കുറിച്ചും അല്ലാഹു പറയുന്നു, കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് അല്ലാഹു പറയുന്നു. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി എന്നുള്ള ദുആ കുറച്ച് കാലമായി സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. റബ്ബി കുല്ലു ഷൈഇൻ ഖാദിമുക റബ്ബി ഫഹ്ഫളിനി വൻസുർനി വർഹംനി. ഈ ദുആയും കൂടുതലായി ചൊല്ലുക. ഇതിനുശേഷം മറ്റൊരു ദുആയും ഉൾപ്പെടുത്തുക. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു, റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫി അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങളും പോരായ്മകളും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വരുന്ന അമിതത്വത്തെയും നീ പുറത്തു തരയണമേ. ഞങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തണമേ. നിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇത് കൂടാതെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാമി ദുആയും ഉണ്ട്. അതും കൂടുതൽ ചൊല്ലേണ്ടതാണ്. ശത്രുത വളരെ കൂടിയിരിക്കുകയാണ്. നാമും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം. പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിനും അതേപോലെ തന്നെ ഖാദിയാനും വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഇൽഹാം ഉണ്ടായി. അവർ ജീവിതത്തിന്റെ ഫാഷനിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. തുടർന്ന് വസഹിക്കും തസ്ഹിക, അവരെ നീ ശരിക്കും പൊടിച്ചു കളയണമേ. എന്റെ മനസ്സിൽ വന്നത്, ഈ പൊടിച്ചു കളയൽ ഞാനുമായി ബന്ധിപ്പിച്ചത് എന്തിനാണ് എന്ന്. അപ്പോൾ എന്റെ ദൃഷ്ടി ഒരു വർഷമായി ബൈത്തുൽ ദുആയിൽ എഴുതി വെച്ചിരിക്കുന്ന ദുആയിലാണ് പതിഞ്ഞത്. ആ ദുആ പ്രകാരമാണ്, യാ റബ്ബി ഫസ്മ ദുആയി വമസിക് അഅദാഅക വഅഅദാഇ വൻജിസ് വഅദക വൻസുർ അബ്ദക വരിന അയ്യാമക വശഹിർ ലനാ ഹുസാമക വലാ തസർ മിനൽ കാഫിരീന ശരീറ. എന്റെ നാഥ, എന്റെ ദുആ നീ കേൾക്കണമേ. എന്റെയും നിന്റെയും ശത്രുവിനെ നീ തുണ്ടം തുണ്ടമാക്കണമേ. നിന്റെ വാഗ്ദാനം നീ പൂർത്തിയാക്കണമേ. നിന്റെ ദാസനെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ വിജയനാൾ നീ കാണിച്ചു തരണമേ. ഞങ്ങൾക്കായി നിന്റെ വാൾ നീ ഉരുപ്പിടിക്കണമേ. നിഷേധികളായ ഒരു ഉപദ്രവകാരിയെ നീ വിട്ടുകളയരുത്. അതിനാൽ ഈ ദുആകളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുക. ഇതിനുശേഷം ഇന്ന് ഞാൻ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആത്മാർത്ഥനും വളരെയധികം കൂറുപുലർത്തുന്നവരും പരോപകാരിയും
വിവിധ ഗുണങ്ങളുടെ ഉടമസ്ഥനുമായിരുന്ന और बहुत सी खूबियों के मालिक ഒരു വ്യക്തിയെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മഹദി അലി ഖമർ എന്നായിരുന്നു. ചൗധരി ഫർസന്ത് അലി സാഹിബിന്റെ മകനാണ്. അദ്ദേഹത്തെ മെയ് 26 റബുവയിൽ ഷഹീദാക്കുകയുണ്ടായി. 26 मई को रवा में शहीद कर दिया സംഭവം രാവിലെ 5 മണിക്ക് ഇദ്ദേഹം ബിഷ്തി മക്ബറയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അജ്ഞാതരായ 2 ബൈക്ക് യാത്രികർ ये बिश्ती വന്ന് വെടിവെച്ച് ഇദ്ദേഹത്തെ ഷഹീദാക്കുകയുണ്ടായി. फायरिंग करके उन्होंने आए और उन्होंने शहीद किया इनको फायरिंग करके. മഹദി അലി സാഹിബ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. डॉक्टर मेहदी अली തന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ 2 ദിവസം മുമ്പ് അമേരിക്കയിൽ നിന്ന് വഖഫ് അർജിക്കായി താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതായിരുന്നു. के लिए ഡോക്ടർ സാഹിബ് हार्ट इंस्टीट्यूट में तशरीफ लाए थे. അവിടെയാണ് താമസിച്ചിരുന്നതും. മെയ് 26 ഫജർ നമസ്കാരത്തിന് ശേഷം ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ ബേഷ്തി മക്ബറയിൽ ദുആക്കായി പോവുകയായിരുന്നു. ബേഷ്തി മക്ബറയുടെ കവാടത്തിന്റെ അടുത്ത് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി യാത്രക്കാരായ 2 പേര് വന്നു. അവർ വന്ന് ഡോക്ടർ സാഹിബിനെ തുരിതുരെ വെടിവെച്ചു. വെടിവെച്ച് അവർ മെയിൻ റോഡിലൂടെ ബൈക്ക് ഓടിച്ച് കടന്നു കളഞ്ഞു. और मेन रोड पर 11 വെടിയുണ്ടകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റു. ഡോക്ടർ സാഹിബ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. मौके पर शहादत हो गई. इन्ना लिल्लाहि व इन्ना इलैहि राजिऊन. ഗോക്കോവാൾ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ചൗധരി ഫർസന്ത് അലി സാഹിബ് മുഖേനയാണ്. അദ്ദേഹം തന്റെ യുവത്വത്തിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. गुलजान के हाथ पर बैत करके अहमदियत में शमूलियत इख्तियार की. ചൗധരി സാഹിബിന്റെ ബയ്യത്തിന് ശേഷം चौधरी साहब की അദ്ദേഹത്തിന്റെ സഹോദരൻ उनके ताया ചൗധരി അല്ലാ ദത്ത സാഹിബ് ബയ്യത്ത് ചെയ്തു. गुरम चौधरी പിന്നീട് ഇവർ റബുവിലേക്ക് മാറി താമസിച്ചു. बैत कर ली. ഡോക്ടർ സാഹിബ് ഷഹീദിന്റെ ഉപ്പാപ്പ മാസ്റ്റർ സിയാവുദ്ദീൻ സാഹിബ്, അതായത് ഉമ്മയുടെ ഉപ്പ, അത് റബുവിലെ ആദ്യത്തെ ഷഹീദാണ്. 1974 സർഗോദ സ്റ്റേഷനിൽ ഫയറിംഗിലാണ് ഷഹീദാക്കപ്പെട്ടത്. മാസ്റ്റർ സിയാവുദ്ദീൻ സാഹിബ് മൊല്ല സർഗോദ സദർ താലീം ഇസ്ലാം സ്കൂളിലെ ടീച്ചറുമായിരുന്നു. इस्लाम स्कूल में ഡോക്ടർ സാഹിബ് ഷഹീദ് 1963 സെപ്റ്റംബർ 23 റബുവിൽ ജനിച്ചു. 23 सितंबर 1900 ഡോക്ടർ സാഹിബിന്റെ ജനനദിവസം ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഖമറുൽ അംബിയ എംഎയുടെ വഫാത്തുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സാഹിബിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ഖമർ എന്നും ചേർത്തു. ഡോക്ടർ സാഹിബിന്റെ ഉപ്പാപ്പ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ പേര് ബഷീറുദ്ദീൻ എന്നും പേരിനോടൊപ്പം ചേർത്തു. ഡോക്ടർ സാഹിബിന്റെ പൂർണ്ണ പേര് മഹദി അലി ബഷീറുദ്ദീൻ ഖമർ എന്നാണ്. ഇതാണ് എല്ലാ സ്ഥലത്തും എഴുതാറുള്ളത്. ഡോക്ടർ സാഹിബ് തന്റെ പ്രാരംഭ പഠനം റബുവയിൽ താലീമുൽ ഇസ്ലാം സ്കൂള്, കോളേജ് എന്നിവയിൽ നടത്തി. നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. നല്ല കുട്ടികളുടെ ഗണത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്. പഞ്ചാബ് മെഡിക്കൽ കോളേജിൽ ഫൈസലാബാദിൽ മെഡിക്കൽ പഠനം തുടങ്ങി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹമ്മദിയത്തിന്റെ പേരിൽ കുട്ടികൾ വളരെയധികം എതിർത്തു. പുസ്തകങ്ങളും മറ്റു വസ്തുക്കളും കത്തിക്കുകയുണ്ടായി. അത് കാരണം കുറച്ചു നാളുകൾ റബുവിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് അവസ്ഥ ശരിയായപ്പോൾ അവിടെ പോയി വീണ്ടും പഠനം നടത്തി. MBBS പരീക്ഷ പാസ്സായി. दोबारा जाकर तालीम शुरू की. 1989 മുതൽ ജൂലൈ 1991 വരെ 2 വർഷം ഫസലെ ഉമർ ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു. പിന്നീട് മാതാവിനോടൊപ്പം കാനഡയിലെ താമസം മാറ്റി. കനഡയിൽ മെഡിക്കൽ പരീക്ഷ പാസ്സായി. പിന്നീട് ഹൗസ് ജോബ് ചെയ്തു. बाज अपनी वालदा के साथ कनाडा मुंतकिल हो गए. कनाडा में ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റി बाद हाउस जॉब किया. ന്യൂയോർക്കിലേക്ക് പോയി. അവിടെ കാർഡിയോളജിസ്റ്റ് സ്പെഷ്യലൈസ് ചെയ്തു. പഠനം പൂർത്തിയാക്കിയപ്പോൾ കൊളംബസിലേക്ക് തിരിച്ചു വന്നു. അമേരിക്കയിൽ തന്റെ ജോലി തുടങ്ങി. അവിടെ സ്ഥിരതാമസമാക്കി. शुरू किया अमेरिका में. താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ रिहाइश इख्तियार कर ली. അതിന്റെ നിർമ്മാണത്തിന് ശേഷം ഡോക്ടർമാരോട് വഖഫ് അർജ് ചെയ്യാനായി ഞാൻ ആഹ്വാനം ചെയ്തപ്പോൾ ഇദ്ദേഹവും വരാറുണ്ടായിരുന്നു. ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3-ാം പ്രാവശ്യമാണ് വന്നത്. ഇപ്പോൾ ജമാഅത്തിന്റെ നിരവധി വകുപ്പുകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. जमाती तौर ലോല മനസ്കനും മൃദുല സമീപനം ഉള്ള വ്യക്തിയായിരുന്നു. എല്ലാവരോടും സഹതാപം കാണിച്ചിരുന്നു.
അവരുടെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും പങ്കുചേർത്തിരുന്നു. ആരോടും വഴക്കും വക്കാണത്തിലും ഒന്നും പോകാറില്ല. ഭാര്യ പറയുന്നു, എന്നോടും വളരെ നല്ല സമീപനമായിരുന്നു. എപ്പോഴും डॉक्टर साहब की എന്നെ പരിഗണിച്ചിരുന്നു. തെറ്റുകളെ കണ്ടില്ലെന്ന് നടിച്ചു. ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാക്കാതെ നോക്കി. കുട്ടികൾക്ക് വളരെ വാത്സല്യനിധിയായ പിതാവായിരുന്നു. കുട്ടികളുടെ പഠനകാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വളരെയധികം വിനയാന്വിതനായിരുന്നു. എനിക്ക് വല്ല കാര്യത്തിലും ദേഷ്യം വന്നാൽ അവർ ദേഷ്യപ്പെടാറില്ല. വിനയം അദ്ദേഹത്തിന്റെ പ്രകൃതത്തിന്റെ ഭാഗമായിരുന്നു. ഭാര്യ കുടുംബത്തോട് നല്ല രീതിയിലാണ് ശ്രദ്ധിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മായിയമ്മ പറയുന്നു, ഞാൻ 5 വർഷം അദ്ദേഹത്തിന്റെ കൂടെ അമേരിക്കയിൽ പോയി താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഉച്ചവെച്ച് സംസാരിച്ചില്ല. തന്റെ മാതാവിനെ പോലെ എന്നെ ആദരിക്കുകയുണ്ടായി. അതിസൽക്കാരം അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. ജമാഅത്തി പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ തന്റെ വീട്ടിൽ അതിഥികളെ താമസിപ്പിച്ചിരുന്നു. എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരും, അതുപോലെ തന്നെ കൊണ്ടുവിടുകയും ചെയ്യും. ദരിദ്രരെ വളരെയധികം സഹായിച്ചിരുന്നു. ഷഹീദ് തന്റെ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം സാഹിത്യത്തിലും താൽപര്യമുള്ള ആളായിരുന്നു. നല്ല കവി കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പദ്യസമാഹാരം ബർക്കെ ഖയാൽ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. നല്ല കാലിഗ്രാഫിയും ചെയ്യുമായിരുന്നു. ഖിലാഫത്തിനോട് നല്ല ബന്ധവും ആയമേറിയ അടുപ്പവുമായിരുന്നു. कैलीग्राफी भी अच्छी कर लेते थे। ഏത് പദ്ധതിക്കും വേഗം ലബ്ബേക്ക് പറയുമായിരുന്നു. ചന്ത നൽകുന്നതിൽ മുൻപന്തിയിലായിരുന്നു. കൊളംബസ് പള്ളി നിർമ്മാണത്തിനും വലിയ ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. അതേപോലെ അതിന്റെ അലങ്കാരത്തിനുള്ള വർക്കുകളും ചെയ്തു. തന്റെ സ്വന്തം നാടായ മഹല്ല ദാറുൽ അറബി റബുവയുടെ മസ്ജിദിനായും വലിയ ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടിയും വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ताहिर हार्ट इंस्टीट्यूट के लिए भी एहतियात की फराहमी में पेश ദഅവത്തെ ഇലല്ലാഹിലും നല്ല താല്പര്യമുണ്ടായിരുന്നു. മതപഠനവും നല്ലതുപോലെ ഉണ്ടായിരുന്നു. യൂട്യൂബിൽ അനാമതികളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. ഇദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യ വജീഹ മഹദി, 3 കുട്ടികൾ, അബ്ദുള്ള അലി 15 വയസ്സ്, ഹാഷിം അലി 7 വയസ്സ്, അസ്ഹർ അലി उम्र 15 साल 3 വയസ്സ് എന്നിവരാണ്. വെടികൊള്ളുമ്പോൾ ഈ ചെറിയ കുട്ടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. छोटा बच्चा उसके साथ ही था जब इनको गोली ഇദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന്റെ ചില ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. 28 മാർച്ച് 2014 അവസാന കവിതയിലെ വരികൾ ഇപ്രകാരമാണ്: ജീവിതം 2-3 शेर ये हैं। നേടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മരണത്തോട് മുഖാമുഖം പറയുന്നതാണ്. യസീദിന് ഒരിക്കലും തന്നെ സത്യസന്ധരുടെ വാക്കുകളെ മായ്ച്ചു കളയാൻ കഴിയില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുക. മുമ്പുള്ള ഒരു കവിത, എന്റെ ആഗ്രഹം ഇതാണ്, അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ നമ്മുടെ ഈ രക്തം പ്രയോജനപ്പെട്ടിരുന്നുവെങ്കിൽ. है अपनी काश काम आए खूने जिगर हमारा। നൂറെ ഇസ്തിഖ്ലാഫ് എന്ന പേരിൽ ഒരു പദ്യമുണ്ട്. അതിലെഴുതുന്നു, അള്ളാഹു നമുക്ക് ജീവനാകുന്ന ജീവജലം നൽകുകയുണ്ടായി. ഖിലാഫത്തുമായി ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ സംവിധാനത്തിന്റെ ജീവൻ ഉണ്ടാവുക. अपना खिलाफत से निजाम जिंदगी സൂര്യനും ചന്ദ്രനും ഖിലാഫത്തിന്റെ പ്രകാശത്തിൽ അഭിമാനം കൊള്ളുന്നു. എന്നാൽ ഇബ്ലീസിന്റെ കൂട്ടുകാർക്ക് ജീവിതത്തിന്റെ पे है तारीख शाम സായം സന്ധ്യ കൂരിട്ട് പരത്തിയിരിക്കുകയാണ്. ഹദ്റത്ത് ആദി അലി സാഹിബ് ഒരു ദീർഘകാലം അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഡോക്ടർ സാഹബ് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനാണ്. ആദി അലി സാഹിബ് കാലിഗ്രാഫി ചെയ്തതുപോലെ ഇദ്ദേഹം കാലിഗ്രാഫി ചെയ്തിരുന്നു. ഇവിടെ ഈ പള്ളിയിൽ കാലിഗ്രാഫി ചെയ്തവരാണ്. कैलीग्राफी का बड़ा शौक था, लिखा നല്ല ആദി അലി സാഹിബ് പറയുന്നു, ഞങ്ങളുടെ സഹോദരൻ വളരെ വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ കുടുംബത്തിന് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഈ കുടുംബാംഗങ്ങൾ തൃപ്തി അടയുന്നു. അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാണ്. മഹദി അലി സാഹിബ് തന്റെ ഇമെയിലിൽ എഴുതിയിരുന്നത് ഇപ്രകാരമാണ്: ഖൂലു ലിന്നാസി ഹുസ്ന. ഇദ്ദേഹത്തിന്റെ സഹോദരി പറയുന്നു, ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നതും കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു. വ്യർത്ഥമായ കാര്യങ്ങളിൽ ഒന്നും വിട്ടുനിൽക്കും. വളരെ താല്പര്യത്തോടും കൃത്യമായി നമസ്കാരം അനുഷ്ഠിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ से नमाज अदा करते। बचपन ഘടകങ്ങളിൽ പങ്കെടുത്തിരുന്നു. जब तिफल थे तो सलेला സുബൈക്ക് ആളുകളെ എഴുന്നേൽപ്പിക്കുന്നതിൽ പങ്കെടുത്തിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വായനാശീലമുണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ജമാഅത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങിയിരുന്നു. शुरू कर दिया था। അദ്ദേഹത്തിന്റെ
ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഫലമെടുത്തിരുന്നു. बस जाया करते थे। मौलाना അബ്ദുൽ ലത്തീഫ് സാഹിബ് ഭാഗൽപൂരി, भागलपुरी थे, ബിഷാറത്ത് റഹ്മാൻ സാഹിബ്, भागलपुरी മോന അബുൽ അത്ത സാഹിബ് തുടങ്ങിയവരുമായി വളരെയധികം പ്രയോജനം ഉൾക്കൊണ്ടിരുന്നു. റബ്ബയോട് പ്രത്യേക സ്നേഹമായിരുന്നു. അവർ ജീവിതം കാലം മുഴുവനും നിലനിന്നു. അതിൽ തന്റെ ജീവൻ പോലും അതിനായി സമർപ്പിക്കുകയുണ്ടായി. തന്റെ ജീവൻ റബ്ബയുടെ മണ്ണിൽ അള്ളാഹുവിനെ സമർപ്പിച്ചു. മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ഡോക്ടറായി, വിദഗ്ധനായ ഒരു ഡോക്ടറായി മാറി പല ബഹുമതികളും കരസ്ഥമാക്കിയിരുന്നു. ഒരു സാധാരണ ഡോക്ടർ ആയിരുന്നില്ല ഇദ്ദേഹം. വളരെ ശാന്തമായ പ്രകൃതമായിരുന്നു. സമയം പാഴാക്കാറില്ല. എപ്പോഴും അറിവ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. കുട്ടികളുടെ തർബിയത്ത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നു. തിരക്ക് പിടിച്ച ജീവിതമായിരുന്നിട്ട് കൂടി തന്റെ ഭാര്യ മക്കൾക്കായി സമയം ചെലവഴിച്ചു. കുട്ടികളെ വിശുദ്ധ ഖുർആൻ അദ്ദേഹം സ്വയം പഠിപ്പിച്ചതാണ്. ഇവിടെ ചിലർ പറയാറുള്ളത് ഞങ്ങൾക്ക് സമയമില്ല എന്നതാണ്. ഉന്നത നിലവാരമുള്ള കവിയായിരുന്നു അത് ഞാൻ പറയുകയുണ്ടായി. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. സ്വയം പ്രയാസം സഹിക്കും. ചോദിക്കുമ്പോൾ പറയാറുള്ളത് അള്ളാഹുവിന്റെ പ്രീതിക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡോക്ടർ മഹമ്മദ് പറയുന്നു, ഞങ്ങൾ റൂംമേറ്റായിരുന്നു. കോളേജിലും മെഡിക്കൽ കോളേജിലും കണ്ടിരുന്നു. നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. എന്റെ സീനിയറായിരുന്നു. വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു തരും. സൃഷ്ടി സേവന രംഗത്ത് എപ്പോഴും മുൻപന്തിയിലായിരുന്നു. റബുവയിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് ഡോക്ടർ മഹദി അലി, ഡോക്ടർ സുൽത്താൻ, ഡോക്ടർ മഹ്മൂദ് സാഹിബ് എന്നിവരാണ് തുടങ്ങിയത്. ഇതിൽ കൂടുതൽ പ്രയത്നിച്ചത് ഡോക്ടർ മഹദി അലി സാഹിബാണ്. ഈ ബ്ലഡ് ബാങ്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചുറ്റുപാടുള്ള ആളുകൾക്ക് രക്തം ആവശ്യം വരുമ്പോൾ നൽകുന്നുണ്ട്. ഡോക്ടർ നസീം റഹമത്തുള്ള സാഹിബ് എഴുതുന്നു, ഷഹീദ് വളരെ വിനീതനും ശാന്തനുമായിരുന്നു. എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു. അദ്ദേഹം കുറച്ചു മുമ്പ് എന്നെ കണ്ടു പോയതാണ് ഇവിടെ നിന്ന്. അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖമാണ് ഷഹാദത്ത് വാർത്ത കേട്ടതിനു ശേഷം എപ്പോഴും എന്റെ മുമ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശാന്തമായ മുഖം. ഷഹാദത്ത് നടന്നപ്പോഴും ചിലർ എനിക്ക് എഴുതിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടപ്പോൾ പറഞ്ഞത്, ശരീരം രക്തപങ്കിലമായി കിടക്കുന്നു എന്നാൽ വളരെ ശാന്തമായി പുഞ്ചിരി തൂക്കുന്ന മുഖത്തോടെ ഉറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. അബ്ദുസലാം മലിക് സാഹിബ് കൊളംബസ് ജമാഅത്തിലെ സദറാണ്. അദ്ദേഹം എഴുതുന്നു, 10 വർഷമായി അദ്ദേഹം ഈ ജമാഅത്തിൽ വന്നിട്ട് കർമ്മനിരതനായ ഒരു പ്രവർത്തകനാണ്. ലോക്കൽ ആമിലയിൽ മെമ്പറാണ്. ജമാഅത്തിലെ അനുസരിക്കാനുള്ള പൂർണ്ണ ആവേശം അദ്ദേഹത്തിൽ പ്രത്യേകമായി കണ്ടിരുന്നു. ഒരിക്കലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചിരുന്നില്ല. എല്ലാം സന്തോഷം സ്വീകരിക്കുമായിരുന്നു. ഈ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറയില്ല. ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോഴെല്ലാം വളരെ ഭംഗിയായി അതെല്ലാം ചെയ്തു. ഖിലാഫത്തിനോട് വളരെ നല്ല സ്നേഹമായിരുന്നു. 2012 ഞാൻ കൊളംബിയയിൽ പോയപ്പോൾ അമേരിക്ക സന്ദർശന വേളയിൽ രാത്രി മുഴുവനും അദ്ദേഹം പള്ളിയിലെ അലങ്കാരം നടത്തുന്നതിനായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. പല ബാനറുകളും സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഹാദി അലി സാഹിബും കൂടെ ഉണ്ടായിരുന്നു. രാത്രി മുഴുവനും പള്ളിയിൽ പ്രവർത്തിച്ചതിന് ശേഷം രാവിലെ തന്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയും ചെയ്യുകയുണ്ടായി. മസ്ജിദിന്റെ അലങ്കാരത്തിന് വേണ്ടിയുള്ള ചെലവെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. മസ്ജിദിൽ പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹം ഇത്ര വലിയ ഡോക്ടറാണ് എന്ന് ആർക്കും തോന്നുമായിരുന്നില്ല. വളരെ വിനയത്തോടുകൂടി തന്റെ സേവനങ്ങൾ ചെയ്യുമായിരുന്നു. സാമ്പത്തിക ത്യാഗത്തിലും പ്രഥമ ശ്രേണിയിലായിരുന്നു. ഡോക്ടർ സാഹിബിനോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ വിജയം കണ്ട് അസൂയ കാരണം ചിലർ അദ്ദേഹത്തിന് പല മാർഗങ്ങൾ തടസ്സമുണ്ടാക്കിയിരുന്നു. ഈ പ്രയാസങ്ങളെ വളരെ സന്തോഷത്തോടെ നേരിട്ടിരുന്നു. കോപത്തോടെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എപ്പോഴും ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ടാണ് കണ്ടത്. പറയും, അസ്വസ്ഥനാകേണ്ട കാര്യം നമുക്കെന്തിരിക്കുന്നു? കാലത്തിന്റെ ഖലീഫയുടെ ദുആ നമ്മോടൊപ്പമില്ലേ? വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ സന്തോഷവാനായിരുന്നു. കുറച്ചു ദിവസം താമസിച്ചു. സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ മുലാഖാത്ത് നടത്തിയാണ് വന്നത് എന്ന് പറയും.
ഒരാൾ എഴുതുന്നു, അദ്ദേഹത്തിന്റെ ഇമെയിലിൽ ഇതും എഴുതിയിരുന്നു, മറ്റുള്ളവരിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം സ്വയം ഉണ്ടാക്കുക. तब्दीली पैदा करो जो तुम दूसरों में देखना चाहते हो. അതിന്റെ ജീവിച്ചിരിക്കുന്ന മാതൃകയായിരുന്നു അദ്ദേഹം. खुद इसकी जिंदा मिसाल थे. റബുവയിലെ ഡോക്ടർ നൂറി സാഹിബ് പറയുന്നു, नूरी साहब जो തായർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ हैं ഡോക്ടർ മഹദി അലി സാഹിബ് രോഗികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡോക്ടറായിരുന്നു. പാവപ്പെട്ട രോഗികൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സിക്കാൻ വരുമായിരുന്നു. വളരെ താല്പര്യത്തോടെ രോഗികളെ ചികിത്സിച്ചിരുന്നു. जाती दिलचस्पी വിനീതനായിരുന്നു. സാധാരണക്കാർ ധരിക്കാറുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. രോഗികൾക്കിടെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. തായർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളണ്ടറിയായി തന്നെ സമർപ്പിക്കുക के लिए अपने आप को रजाकाराना तौर पर और बगैर എന്നുള്ളത് അതിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. സൃഷ്ടി സേവനത്തിനായി ഇവിടെ വരിക എന്നത് തന്നെ ജോലിയോടുള്ള കൂറാണ് പ്രകടമാക്കുന്നത്. വിനീതനായിരുന്നു. ഓർമ്മ ശക്തി നല്ലതായിരുന്നു. വിശുദ്ധ ഖുർആന്റെയും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഗ്രന്ഥങ്ങളുടെയും അറിവിനോടൊപ്പം തന്നെ കവി, അതുപോലെ തന്നെ കാലിഗ്രാഫിയിൽ ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. ക്ലാസ് ഫെലോ ആയ സിദ്ദീഖി സാഹിബ് പറയുന്നു, മഹദി അലി ചെറുപ്പത്തിൽ തന്നെ ഒരു വിശ്വാസിയുടെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. നല്ല സൗന്ദര്യമുള്ള, ബുദ്ധികൂർമ്മതയുള്ള കുട്ടിയായിരുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ സർവാർപ്പണ സേവകൻ, ഖിലാഫത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി, हमेशा हमसे बहुत आगे അറിവിലും സമ്പത്തിലും എന്നെക്കാളും എത്രയോ മുൻപിലായിരുന്നിട്ട് കൂടി വളരെ എളിയ സേവനമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് എന്റെ പക്കൽ കോഴ്സിന്റെ പുസ്തകങ്ങൾ എല്ലാം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയാറുള്ളത്, പകുതി ദിവസം ഞാൻ പുസ്തകം വായിച്ചു, ഇനി നീ വായിച്ചോ എന്നുള്ളതാണ്. ചിലപ്പോൾ അടുത്ത ദിവസം പരീക്ഷ ഉള്ളപ്പോൾ അദ്ദേഹം പുസ്തകം നേരത്തെ വായിച്ച് തീർത്തതിനു ശേഷം ഇനി നീ പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തരും. ഇതെല്ലാമായിട്ട് കൂടി അദ്ദേഹം കൂടുതലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. अव्वल पोजीशन यहाँ से ലണ്ടനിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അമേരിക്കയിൽ വലിയൊരു സർജനായി കഴിഞ്ഞല്ലോ, വലിയ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പഴയ പാവം തന്നെയാണ്, ചെറിയ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ മതി, അവിടെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. चले जाएं वहीं खाना खा लेंगे. അനിഷ്ടകരമായ കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല. ജമാഅത്ത് നിസാമിനോട് വലിയ ആദരവായിരുന്നു. ജമാഅത്തിന്റെ ചെറിയൊരു ഭാരവാഹിയെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് മുമ്പിൽ മോശമായി സംസാരിക്കാൻ ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. जमाती अहदेदार के खिलाफ भी कोई बात മാതൃക അഹമ്മദിയായിരുന്നു. പാവങ്ങളെ സഹായിച്ചിരുന്നു, मिसाली है എന്നാൽ ആർക്കും അറിയാത്ത രീതിയിൽ. करते थे, लेकिन ऐसे रंग में किसी कानू कान खबर ना हो. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പറയുന്നു, ഇദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ഹൃദ്യമായിരുന്നു. തിലാവത്ത്, പ്രസംഗം എന്നിവയിൽ ചെറുപ്പത്തിൽ തന്നെ പങ്കെടുക്കുമായിരുന്നു. മത്സരങ്ങളിൽ നല്ല സ്ഥാനവും ലഭിച്ചിരുന്നു. ഹദ്റത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹുവിന്റെ अच्छी पोजीशन लेते रहे. ചില കവിതകൾ അദ്ദേഹം എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നു. ഇതാണ് അതെപ്പോൾ ഷഹാദത്തിന് ശേഷം ആ വരികളാണ് എന്റെ ചെവിൽ വരുന്നത്. മുസ്ലിമോദിന്റെ പദ്യം ഇതാണ്: അബസ് ഹേ ബാഗ് അഹമ്മദ് की तबाही की ये तदबीरें छुपी बैठी हैं तेरी राह में मौला की तकदीरें भला मुमिन को कातिल ढूंढने की क्या जरूरत है निगाहें उसकी बिजली हैं तू आहें उसकी शमशीरें तेरी तकसीरें खुद ही तुझे ले डूबेंगी ए जालिम डूबेंगी ए जालिम लिपट जाएंगी तेरे पाँव में वो बन के जंजीरें. पाँव में वो बन के जंजीरें. ഡോക്ടർ മുബഷിർ സാഹിബ് എഴുതുന്നു, പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തി കഴിഞ്ഞ വർഷം വന്നപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുറന്നു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ ഇവിടെ പൈസ ഇട്ടിട്ടുണ്ട്, ആവശ്യക്കാർക്ക് വേണ്ടി അത് ചെലവഴിക്കണമെന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ ഫോൺ വന്നു. ജമാഅത്തിലെ മുൻ ജോലിക്കാരനായ ഒരാൾ, അദ്ദേഹം വീട് പണി നടത്തുകയാണ്, जमात का പണം ആവശ്യമാണ്, അദ്ദേഹത്തിന് 1,00,000 രൂപ നൽകുക എന്ന് പറയുകയുണ്ടായി. ഇതേപോലെ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചെലവ് ഞാൻ പൂർണ്ണമായി നൽകാം എന്ന് പറഞ്ഞു. तो उसका खर्चा मैं सारा दूंगा. ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ एक इनके दोस्त हैं ആഫീസ് അബ്ദുൽ ഖുദ്ദൂസ് हाफिज अब्दुल പറയുന്നു, ഡോക്ടർ ഫസലെ ഉമർ ഹോസ്പിറ്റലിലായിരുന്നു. ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ വന്നു. थे तो एक दिन तो ആരോരുമില്ലാത്തൊരു രോഗിയുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു കുപ്പി രക്തം ഞാൻ നൽകിയിട്ടുണ്ട്, ഒരു ബോട്ടിൽ കൂടി വേണം, താങ്കൾ നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. जरूरत है, मैं चाहता हूँ कि वो आप दें. തായർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ട സാധനങ്ങൾ അയച്ചു കൊടുത്തിരുന്നു. സ്റ്റാൻഡും മറ്റും ഓപ്പറേഷന് വേണ്ടിയുള്ള स्टैंड वगैरह जो डालते हैं ऑपरेशन, ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാറുണ്ട്. मुझे फख्र है अस्पताल की खिदमत करके. റബുവയിൽ വീട് ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, ജമാഅത്തിന് ഭാരമില്ലാതിരിക്കാൻ വേണ്ടി. जमात की रिहाइश पे बोझ न बने.
അമേരിക്കയിൽ താമസിക്കുകയായിരുന്നിട്ട് കൂടി കുട്ടികളുടെ നല്ല ശിക്ഷണമാണ് നടത്തിയിരുന്നത്. വ്യക്തിപരമായി ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. हो रही है क्योंकि खुद तवज्जो देते थे जाती तौर पे. ഒരു സുഹൃത്ത് പറയുന്നു, സഹോദര ബന്ധമായിരുന്നു ഞങ്ങളുടേത്. हमारा बड़ा प्यार ഈ വർഷം ശനിയാഴ്ച രാത്രി റബ്ബയിൽ വന്നപ്പോൾ വരാണ്ടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വിശ്രമിച്ചുകൊള്ളുക. അദ്ദേഹം പറഞ്ഞു വരാൻ പറഞ്ഞു. മുലാഖാത്ത് നടത്തി. സ്നേഹത്തോടെ പുതിയൊരു സ്റ്റെതസ്കോപ്പ് എനിക്ക് നൽകി. അത് പ്രത്യേകമായി കൊണ്ടുവന്നതായിരുന്നു. पेश किया जैसे खास तौर पर നമസ്കരിക്കാനായി കബീലയുടെ ഡയറക്ഷൻ ചോദിച്ചു. 11:45 വരെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ मुलाकात हुई. सवा ഉറങ്ങി. രാവിലെ मैं सवा 11 बजे ഖുദാഫിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. രാവിലെ കുറച്ചു കഴിഞ്ഞപ്പോൾ ബെഷ്തി മക്ബറയിൽ പോയി അവിടെ വെച്ച് വീരമൃത്യു മരിച്ചു. जामे शहादत नोश किया. ഡോൺ പത്രത്തിലെ വെബ്സൈറ്റിൽ ഡോക്ടർ സാഹിബിന്റെ ഷഹാദത്തും वेबसाइट पर डॉक्टर साहब की शहादत पर അഹമ്മദിയ ജമാഅത്തിന്റെ എതിർപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, मुखालफत का पस ഡോക്ടർ മെഹദി അലി സാധാരണ ഡോക്ടറായിരുന്നില്ല. कि डॉक्टर मेहदी അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയിൽ നിന്ന് യങ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 2003-2004 കാലത്ത് അമേരിക്കയിലെ ഏറ്റവും നല്ല ഡോക്ടറായി എണ്ണപ്പെട്ടു. ഇതുകൂടാതെ 2005, 2006, 2007 തുടങ്ങിയ തുടർച്ചയായ 3 വർഷവും 2007 में 2007, 2009, 2010, 2011, 2012 തുടങ്ങിയ 4 വർഷവും അമേരിക്കയിലെ പ്രഗത്ഭരായ കാർഡിയോളജിസ്റ്റിൽ ഇദ്ദേഹം എണ്ണപ്പെടുകയുണ്ടായി. അമേരിക്കയിൽ മെഡിക്കൽ അസോസിയേഷനിൽ നിന്നും ഫിസിഷ്യൻ റെക്കഗ്നീഷന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. फिजिशियन रिकग्निशन का ഇന്റർനെറ്റിൽ മഹദി സാഹിബിന്റെ പുഞ്ചിരി തൂകുന്ന ഫോട്ടോ കണ്ടു. ഇന്റർനെറ്റിൽ എഴുതുകയാണ്. मेहदी साहब का एक प्रोफाइल അതിനോടൊപ്പം ഈ വരിയും എഴുതിയിരുന്നു, ഞാൻ ഉന്നതമായ ഔദ്യോഗിക സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ രോഗികളെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ചികിത്സിക്കണമെന്ന് വിശ്വസിക്കുന്നവനാണ്. കാരണം ഏത് സ്ഥാപനവുമായിട്ടാണോ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരുടെ യശസ് ഇത് മുഖേന ഉയരേണ്ടതാണ്. എന്റെ മുൻതൂക്കം ജോലിയുടെ मेरी तरजीह पेश നിപുണത സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി നമ്മൾ നിലനിർത്തേണ്ടതാണ്. അദ്ദേഹം തന്റെ കഴിവ് എല്ലാം സത്യസന്ധതയോടുകൂടി ചെലവഴിക്കുകയുണ്ടായി. ഡോക്ടർ മഹദി അലി സാഹിബ് फिर आखिर में അദ്ദേഹം എഴുതുന്ന ആൾ എഴുതുന്നു, ഡോക്ടർ മഹദി അലി ഖമർ സാഹിബ്, താങ്കളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ അക്രമത്തിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തിയിരിക്കുകയാണ്. എന്റെ സമാധാനം ഞാൻ അപകടത്തിൽപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കാത്ത അവസ്ഥയിൽ നാളെ ഞാൻ മരിച്ചു പോകരുത് എന്ന ആഗ്രഹത്താൽ. फिर പാകിസ്ഥാൻ, കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, ലോകത്തിലെ വിവിധ പത്രങ്ങളിൽ ഈ നിഷ്ഠൂരവുമായ കൊലപാതകത്തെക്കുറിച്ച് അപലപിച്ചിട്ടുണ്ട്. 30-ൽ കൂടുതൽ പത്രങ്ങളിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. 30 से ज्यादा है. നാഷണൽ പോസ്റ്റ് കാനഡ, ദ സ്റ്റാർ കാനഡ, CBC ന്യൂസ് കാനഡ, ഗ്ലോബൽ ന്യൂസ്, और कनाडा CNN, വെസ്റ്റ് ടുഡേ, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, കൊളംബസ് ഡിസ്പാച്ച്, ദ വാൾ സ്ട്രീറ്റ് ജനറൽ. कोलंबस डिस्पैच ഇത് വളരെ പ്രസിദ്ധമായ പത്രമാണ്. ദ എക്സ്പ്രസ് ട്രിബ്യൂണ്, अखबार है. വാഷിംഗ്ടൺ ടൈംസ്, प्रेस ट्रिब्यून, ദ സ്ട്രാറ്റജിക് ഇന്റലിജൻസ്, टाइम्स, द स्ट्रेटेजिक ഡെയിലി മെയിൽ, BBC ഉറുദു, അൽ ജസീറ, ഡൗൺ തുടങ്ങിയവ. ഈ എല്ലാ പത്രങ്ങളിലും वगैरह മഹദി അലി സാഹിബിന്റെ നിഷ്ഠൂര കൊലപാതകത്തെക്കുറിച്ച് അപലപിച്ചിട്ടുണ്ട്. അവിടെ ജമാഅത്ത് അഹമ്മദിയെക്കുറിച്ചും പാകിസ്ഥാൻ ജമാഅത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ പത്രങ്ങളെല്ലാം തന്നെ അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്, വാദം, നുബുവത്ത് വാദം എന്നിവയെല്ലാം മസീഹത്തിന്റെ കുറിച്ചും എല്ലാം വിവരിച്ചിട്ടുണ്ട്. അതോടൊപ്പം അഹമ്മദിയ ജമാഅത്ത് സമാധാനകാംക്ഷിയായ ഒരു ജമാഅത്താണെന്നും അവർ ജിഹാദിന്റെ പേരിൽ ജനങ്ങളെ കൊല്ലുന്നതിനെ എതിർക്കുന്നവരാണ് എന്നും എഴുതിയിട്ടുണ്ട്. ചില പത്രങ്ങൾ ജമാഅത്തിന്റെ ആതുര സേവനങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ജീവൻ നൽകിക്കൊണ്ട് ലോകത്തെ ജമാഅത്തിന് പരിചയപ്പെടുത്തുന്ന പുതിയ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയുണ്ടായി. വാൾ സ്ട്രീറ്റ് ജനറൽ അമേരിക്കയിലെ ഒരു പ്രസിദ്ധ പത്രമാണ്. ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്.
അതിലെ ലേഖകൻ ഷഹാദത്തിന്റെ സംഭവം, ജമാഅത്തിനെ പരിചയപ്പെടുത്തൽ, ജമാഅത്തിനെതിരുള്ള മർദ്ദനങ്ങൾ എന്നിവയെ എഴുതിയതിനു ശേഷം എഴുതുന്നു. ഹ്യൂമൻ റൈറ്റ്സ് പാകിസ്ഥാന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ മർദ്ദനത്തിനിരയാകുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്താണ്. പാകിസ്ഥാനിലെ പ്രാദേശിക പത്രങ്ങൾ പലരും അഹമ്മദികൾക്കെതിരെയുള്ള പ്രകോപനപരമായിരിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ വല്ലതും നടന്നാൽ നാട്ടിലെ മന്ത്രി നേരിട്ട് ചെന്ന് അവിടെയുള്ള മുഖ്യമന്ത്രി തന്നെ പോയി അവരോട് അനുശോചനം രേഖപ്പെടുത്താറുണ്ട്. അന്ന് അഹമ്മദികൾക്ക് അനുകൂലമായി ശബ്ദിക്കാൻ ആരും തന്നെയില്ല. അഹമ്മദികൾക്ക് അനുകൂലമായി അള്ളാഹു ഉണ്ട്, ഭാവിയിലും അള്ളാഹു ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. നിഗാർ എഴുതുന്നു, ഷന്ത സിൻഹയുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ സിൻഹ ഷഹീദ് മർഹൂമിനെ സംബന്ധിച്ച് പറയുന്നു, ഇദ്ദേഹത്തെക്കാളും വിശ്വസ്തനായ സൽസ്വഭാവിയായ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൽ ഒരിക്കലും തന്നെ അഹങ്കാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സൃഷ്ടി സേവനത്തിൽ വളരെ കൂടുതലായി ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള സംഭവം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും പാകിസ്ഥാനിലേക്ക് സൃഷ്ടി സേവനത്തിന് വേണ്ടി അദ്ദേഹം പോയി. മനുഷ്യർക്കായി സേവനം ചെയ്യാൻ പോയ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ മൃഗീയവും അതിക്രൂരവുമായ രീതിയിൽ വധിക്കപ്പെട്ടത് ലോകം അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടറുടെ കാര്യം എഴുതുന്നു. ഒരു കാര്യം അദ്ദേഹം ഇപ്രകാരമാണ് എഴുതുന്നത്, അതായത് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. ഒരു പോലീസുകാരൻ പറയുകയുണ്ടായി, പലപ്പോഴും തന്നെ റബ്ബയിലെ ആശുപത്രിയിൽ ചികിത്സിക്കരുത് എന്ന് പറഞ്ഞുള്ള പോസ്റ്ററുകൾ ഞങ്ങൾ കാണാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഈ വധം നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ചികിത്സിക്കരുത് എന്നാണ് അവർ പറയാറുള്ളത്. ഒരു നിരൂപകൻ എഴുതുകയുണ്ടായി, അഹമ്മദികൾക്കെതിരെ അക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഒരു ശിക്ഷാ നടപടിയും ഇക്കാര്യത്തിൽ എടുക്കില്ലെന്ന് കുറ്റവാളിക്ക് ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ധൈര്യം അവർ കാണിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റും ഷഹാദത്തിന്റെ വാർത്ത നൽകി. അക്രമം നടക്കാൻ കാരണം ഒന്നും നടക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ്. ഡങ്ക ഗസറ്റ് ആ പ്രദേശത്തെ പത്രമാണ്. ഡോക്ടർ സാഹിബ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഷഹാദത്തിനും കുറിച്ച് വിശദമായിട്ടും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ പ്രതികരണം അതിൽ എഴുതിയിട്ടുണ്ട്. കെർലി മോറിസൺ മാനേജർ, കാർഡിയോ ഡെവലപ്മെന്റിന്റെ മാനേജറാണ്. വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇത്. ഇവിടെ ആശുപത്രിയിൽ എല്ലാവരും ഇവിടെ നേത്രം അശ്രുവിനാൽ നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകരിൽപ്പെട്ട ആളായിരുന്നു. 2013 സൃഷ്ടി സേവനത്തിനുള്ള ലിജൻഡറി ഫിലൻത്രോഫിസ്റ്റ് എന്ന ബഹുമതി ലഭിക്കുകയുണ്ടായി. എഴുതുന്നു, അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ അഹമ്മദിയ ജമാഅത്തിൽ മാത്രമല്ല ഈ സൊസൈറ്റിയിലെ എല്ലാവരിലും വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ രോഗികളും പത്രത്തിൽ അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. കൊളംബസ് ഡിസ്പാച്ച് അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതെഴുതുന്നു, 16 വയസ്സുള്ള അബ്ദുള്ള അലിയോട് ചോദിച്ചു, ഉപ്പയുടെ ഈ വധത്തെ എങ്ങനെയാണ് കാണുന്നത്? പറഞ്ഞു, ഐ ആം ഡിസപ്പോയിന്റഡ്. ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പത്രപ്രതിനിധി എഴുതുന്നു, ഈ കുട്ടിയുടെ മനസ്സിൽ കോപമോ പ്രതികാരദാഹമോ ഒന്നുമില്ല. ഫോക്സ് 28 കൊളംബസ്
ഷഹാദത്തിനെ കുറിച്ച് എഴുതി മൂത്ത മകൻ അബ്ദുള്ള അലിയുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്റെ പിതാവ് മഹത്തായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം പറയുന്നു, കൊലയാളി അല്പസമയം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം അയാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുമായിരുന്നു. ഒന്നും അറിയാത്ത ഒരു ജമാഅത്തിനെ നട്ടം വരുത്തുവാനാണ് അയാൾ ഈ കൊല നടത്തിയിരിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലാകുന്ന അയാൾക്കൊന്നും ജമാഅത്തിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ഇതാണ് അവസ്ഥ. മൗലവിമാര് വിഷം നിറച്ചു കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് അവർക്കറിയില്ല. BBC ഉറുദുവും ഷഹാദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ പ്രസിദ്ധീകരിച്ചിരുന്ന പോസ്റ്റർമാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സിക്കൽ ഹറാമാണ്, വലിയ പാപമാണ്, അഹമ്മദികളുമായി ബന്ധം വെക്കുന്നവർ സ്വയം കാഫിറായിത്തീരുന്നതാണ്. അതിലെഴുതിയത് അങ്ങനെയാണ്. ഏതായിരുന്നാലും ഈ ഷഹീദ് തന്റെ ജീവിതത്തിലും വിജയം കാണുകയുണ്ടായി. സൃഷ്ടി സേവനത്തിൽ കഴിച്ചുകൂട്ടി. മരണവും അള്ളാഹുവിന്റെ പക്കൽ നിത്യജീവൻ ലഭിക്കുന്നത് കാരണമാക്കി. അള്ളാഹു തആല നമ്മുടെ ഈ പ്രിയ സഹോദരന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ. ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ പദവികൾ ഉയർന്നുകൊണ്ടിരിക്കട്ടെ. തന്റെ പ്രിയരുടെ തൃപാദങ്ങളിൽ സ്ഥാനം ലഭിക്കുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ഭാര്യ മക്കളെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. ഡോക്ടർ സാബ് ഷഹീദിന്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ദുആകളും മക്കൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിജയം ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള ശരിയായ ആയുധം നമ്മുടെ അടുത്ത ദുആയാണുള്ളത്. അള്ളാഹു ബാഹ്യമായ വസ്തുക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. അതും കഴിവിന്റെ പരമാവധി നാം എടുക്കേണ്ടതാണ്. അതിനാൽ ഈ സംഭവത്തിന് ശേഷം റബയിലുള്ള ഭാരവാഹികളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ പദ്ധതികളെയും രക്ഷാമാർഗങ്ങളെയും കഴിവിന്റെ പരമാവധി വരെ എത്തിക്കുക. എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. റബയിലെ ഓരോ വ്യക്തിയും വളരെ ജാഗരൂകരായിരിക്കേണ്ടതാണ്. ഈ പ്രിയ ഷഹീദ് റബയുടെ മണ്ണിൽ തന്റെ രക്തം ചിന്തി നമ്മെ ദുആയിലേക്കും ഉപായങ്ങൾ സ്വീകരിക്കുന്നതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ്. അതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോകത്തുള്ള അഹമ്മദികളും പാകിസ്ഥാനി അഹമ്മദികൾക്കായി പ്രത്യേകം ദുആ ചെയ്യുക. അവിടെ വളരെ മോശമായ അവസ്ഥയാണുള്ളത്. ഇതിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകട്ടെ. നാട് ഒന്നടങ്കം അക്രമത്തിന്റെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു ദിവസം മുമ്പ് ഹൈക്കോടതിക്കുള്ളിൽ കല്ലെറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കൊല്ലുകയുണ്ടായി. നിത്യവും കൊലപാതകം നടക്കുന്നു. ഒരു അഹമ്മദിയുടെ ഷഹാദത്തിന്റെ പകരമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ അക്രമം ഷഹീദാക്കപ്പെടുന്നത് എല്ലാം സർക്കാരിന്റെ മുമ്പിലാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. പാകിസ്ഥാൻ നടക്കുന്ന ഈ അക്രമങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിലാണ്. മാനവികതയുടെ പ്രവാചകന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. റഹ്മത്തുൽ ആലമീനായ കാരുണ്യത്തിന്റെ പ്രവാചകനായ ആ പ്രവാചകന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കീറിമുറിക്കപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അക്രമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം അള്ളാഹുവിന്റെയും റസൂലിന്റെ പേരിൽ ചെയ്യല്ല, മാനവികതയുടെയും റഹ്മത്തുൽ ആലമീനുമായ ആ പ്രവാചകന്റെ പേരിൽ ചെയ്യല്ല, ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തല്ല. എന്നാൽ ഈ കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. എവിടേക്കാണ് പോകുന്നതെന്ന് ഇവർക്ക് അറിയില്ല. അള്ളാഹുവിന്റെ തക്ദീർ ചലിക്കുമ്പോൾ അത് തീർച്ചയായും ചലിക്കും. ഇവരുടെ നാമവും അടയാളവും പോലും ഉണ്ടാവുകയില്ല. അക്രമികളും അതിനെ പിന്തുണക്കുന്നവരും ഒന്നും ഉണ്ടാവുകയില്ല. അതിനാൽ നാം കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹു പൊതുജനങ്ങളെയും
പണ്ഡിതന്മാരുടെ വലയിൽ നിന്ന് രക്ഷിക്കട്ടെ. അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകട്ടെ. കാലത്തിന്റെ ഇമാമിനെ തിരിച്ചറിയുന്നവരായി ഇവർ മാറട്ടെ. ജുമുഅ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാ ഞാൻ ഷഹീദ് മർഹൂമിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.